വെണ്ടക്കായ കറികൾക്ക് കൊഴുപ്പ് കൂട്ടുക മാത്രമല്ല ഇതിൽ ധാരാളം കാൽസ്യം ഉണ്ട്, അതേപോലെ തന്നെ അയഡിനും ഇരുമ്പും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം വെണ്ടയെ പറ്റിയിട്ടാണ് കേട്ടോ. ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്തിന് ഒരു മാസം മുന്നേ തന്നെ നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് ഇഷ്ടംമാതിരി നമുക്ക് വെണ്ടക്കായ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടും. ഇത് കണ്ടില്ലേ വെണ്ടക്കായ, ഇത് നല്ല കടുത്ത പച്ച നിറമുള്ള ഇനാണ്, അർക്കയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഞ്ഞളിപ്പ് രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ ടെറസിലെ ഗ്രോ ബാഗിൽ 4-5 തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള വെണ്ടക്കായ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് കിട്ടും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതിൻ്റെ വിളവെടുപ്പ് നടത്താം. തുടക്കം മുതൽ നല്ല രീതിയിൽ പരിചരിച്ച് വളർത്തുന്ന ഒരു വെണ്ടത്തൈയാണെങ്കിൽ നമുക്ക് ഒരു വെണ്ടത്തൈയിൽ നിന്നും ഒരേ സമയം 4 കായ്കളോളം നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അതിൽ 3 ശാഖകളുണ്ടാവും. ഈ 3 ശാഖകളും വലുതായി കഴിഞ്ഞാൽ കായ്കളുണ്ടാവും. ഇത് കണ്ട, ഇത് ഈ വെണ്ടത്തൈൻ്റെ ശാഖയിൽ നിന്നുണ്ടായ വെണ്ടക്കായാണ്. അപ്പോൾ നമുക്കിതൊന്ന് മുറിക്കാം. ഇതിൽ 2 എണ്ണം മുറിച്ചെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ മഴയായ കാരണം ഞാൻ ടെറസിൻ്റെ മീതയ്ക്ക് കയറാറില്ല. ഇപ്പോൾ ഒരു തൈയിൽ നിന്ന് കിട്ടിയതാണ് ഈ 5 കായ്കൾ. ഇതാ ചെറിയൊരു വിളവെടുപ്പ്. ഇനിയുണ്ട് 2 എണ്ണത്തിൽ നിന്നും കൂടി മുറിച്ചെടുക്കാണ്ട്. തൈ നട്ട് 45 ദിവസം ആകുമ്പോഴേക്കും വെണ്ട പൂവിടും. അപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങുന്ന തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇത് 15 ദിവസം വളർച്ച എത്തിയ തൈയാണ്. അടിവളത്തിന് പുറമെ 2ാം വളമാണ് ഇപ്പോൾ അത് കൊടുക്കുന്നത്. ഇതിൽ എന്തൊക്കെ വളങ്ങളാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വെണ്ണീർ, പിന്നെ കടലപ്പിണ്ണാക്ക്, ഇവ നന്നായി കൂട്ടി യോജിപ്പിച്ചതാണ്. ഇതാണ് 2ാം വളമായിട്ട് കൊടുക്കുന്നത്. ചെടിയുടെ ചൂട് ഒന്ന് ഇളക്കിയിട്ട് തടത്തിലത്തെ മണ്ണ് ഇളക്കിയിട്ടാണ് വളം കൊടുക്കുന്നത്. ഇനി ഇത് കായ്ച്ചു തുടങ്ങിയ വെണ്ടയാണ്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം വീണിട്ട് മണ്ണ് തറഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പോൾ മണ്ണൊന്ന് ഇളക്കി, ആദ്യം തടത്തിലത്തെ മണ്ണ് ഇളക്കി അതിൻ്റെ മുകളിലെ മണ്ണ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ എന്നിട്ടാണ് വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം മൂലകങ്ങൾ വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുകയും മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡറി മൂലകങ്ങളുടെ ഒരു മിശ്രിതമാണ്, സെക്കൻഡറി മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയ ഒരു മിശ്രിതമാണ് അയർ. ഇത് 5 ഗ്രാം മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഇതാണ് അയർ. ഇത് വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു സൂക്ഷ്മ മൂലകങ്ങളുടെ മിശ്രിതമാണ്. ഇത് ഒരു 5 ഗ്രാം മണ്ണിൽ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. ഇത് കടലപ്പിണ്ണാക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചതാണ്. അപ്പോൾ മഴക്കാലമായത് കൊണ്ട് ഇത് സ്ലറി ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കടലപ്പിണ്ണാക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ടാണ് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം വെണ്ണീർ ഒരു പിടി ഇതിൻ്റെ ചുവട്ടിൽ ഈ മണ്ണിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. വെണ്ണീരിൽ ധാരാളം കാൽസ്യം അതേപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ
ഇത് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് മഴക്കാലത്ത് വെണ്ടയ്ക്ക് വളം കൊടുക്കുന്നത്. കാൽസ്യം പൊട്ടാസ്യം ധാരാളം ആവശ്യമുള്ള ഒരു വിളയാണ് വെണ്ട. അതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കൽ ഈ മഴ പെയ്യുമ്പോൾ ഈ കാൽസ്യം പൊട്ടാസ്യം പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ചിട്ട് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കാൽസ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്പൂണ് ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഈ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കണം. അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു പിടി വെണ്ണീർ ഇതേപോലെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. മണ്ണ് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഒരിക്കലും കാൽസ്യം പൊട്ടാസ്യം ഒരുമിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കരുത്, മണ്ണിൽ ചേർത്ത് കൊടുക്കരുത്. മഴക്കാലത്ത് ഈ ശക്തിയായ മഴയിൽ മണ്ണിലുള്ള പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കവറ് ഈ ഗ്രോ ബാഗിൻ്റെ മീതെ അല്ലെങ്കിൽ ചെടിച്ചട്ടികളുടെ മീതെ ഇതേപോലെ ഒരു കവറ് ഇടുന്നത് നല്ലതാണ്. ഇത് നാടൻ ഇനമായ ആനക്കൊമ്പൻ വെണ്ടയാണ്. ഒരു 25 സെൻറ്റിമീറ്ററോളം അത് വലിപ്പം വരും, നീളം വരും. ഇപ്പോൾ ഒരു 4-5 കായകളുണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു നേരത്തിന് ഉപ്പേരി വയ്ക്കാൻ ഇത് പറ്റും. ഈ വെണ്ട വലിയ തോതിൽ തന്നെ വളം വലിച്ചെടുക്കും. അതുകൊണ്ട് ഒരു 10 ദിവസം കൂടുമ്പോൾ ഇതിന് നല്ല രീതിയിൽ വളം ചെയ്യണം. ഇത് വിത്തിന് വെച്ച വെണ്ടയ്ക്കയാണ്. നേരിട്ട് മണ്ണിൽ വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു ഇനമാണിത്. വെണ്ടച്ചെടിയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കീടമാണ് ഇലചുരുട്ടിപ്പുഴു. ഈ പുഴുക്കൾ ഇതേപോലെ ഇലകൾ തിന്ന് നശിപ്പിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇലകൾ ഇങ്ങനെ ചുരുട്ടിയ ഇലകൾ ആദ്യം ഈ ചുരുട്ടിയ ഇലകൾ കട്ട് ചെയ്ത് മാറ്റിയ പുഴുക്കളെ നശിപ്പിച്ചതിന് ശേഷം വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. വേപ്പെണ്ണ മിശ്രിതം ഒരു 1.5 ആഴ്ച ഇടവിട്ടിട്ട് വേപ്പെണ്ണ മിശ്രിതങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം നല്ല ശക്തിയായ മഴയിൽ ഇത് അധിക കാലമൊന്നും ഇലകളിൽ ഇരിക്കില്ല, വേപ്പെണ്ണയുടെ ആ ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 1.5 ആഴ്ച ഇടവിട്ടിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതേ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.